സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ഒത്തിരി പേര് പരാതി പറയുന്നുണ്ട്, കമൻറ്റുകൾ വായിച്ചിട്ട് അതിന് മറുപടി പറയുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ ഞങ്ങളൊരു കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ട്രയൽ റണ്ണാണ് കഴിഞ്ഞ 10-15 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമയം അതിൻ്റെ പിന്നിൽ ഓരോ ദിവസത്തെയും ഫീഡ്ബാക്ക് അനലൈസ് ചെയ്തതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് കൊണ്ട് തന്നെ 4 മണി മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഏകദേശം 4 മണിക്കൂറോളം ഞങ്ങളുടെ ടീമും ഞാനും അവിടെ ഇരിക്കാറുണ്ട്. ഒന്നിച്ചിരുന്ന എല്ലാം ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് നോക്കിയതിന് ശേഷമാണ് വീട്ടിൽ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. ദെൻ കോപ്പി ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറഞ്ഞ് മറ്റുള്ളവരെ അതിൽ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ സമയം കളയണ്ടല്ലോ. അത് പബ്ലിക്കിനുള്ളതല്ല, ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്. സോ അത് അത്രയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ കമൻറ്റ് വായിക്കാൻ സമയം കിട്ടാത്തത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ദെൻ ഇസ്രായേൽ ലെബനോൻ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൃത്യമായ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ആയുധ കച്ചവടത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് കൂടി നമ്മളിവിടെ കാണേണ്ടിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അല്ലെങ്കിൽ സമ്പത്തുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലാണുള്ളത്. ആയുധങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് മിഡിൽ ഈസ്റ്റ്. അപ്പോൾ അവിടെ കൂടുതൽ വിറക് വിറ്റ് അത് നല്ലോണം പോയിക്കാൻ പറ്റുമെന്ന് US പോലെയുള്ള ആയുധം കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ USA ഇപ്പോൾ അവരുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുകയാണ്. കൂടാതെ എന്താ പറയുക, അവർക്ക് സാമ്പത്തികമായിട്ട് ഇൻഫ്ലേഷൻ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ ആയുധങ്ങൾ വിറ്റാലാണ് അവർക്ക് അവരുടെ രാജ്യം നിലനിൽക്കാൻ പറ്റുക. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവിടെ കൂടുതൽ ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, മിഡിൽ ഈസ്റ്റിൽ ലെബനോൻ പോലുള്ള മിഡിൽ ഈസ്റ്റിൽ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇറാൻ എന്ന USA ഒരു ശത്രുവിനെ നേരിടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതും കൂടി അവരതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു രാഷ്ട്രീയം നമ്മൾ കാണേണ്ടത്, ഇസ്രായേലിന് അവർക്ക് ലാൻഡാണ് പ്രശ്നം. അവർക്ക് എല്ലാ സൗകര്യവും, പൈസയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അവർക്ക് ഭൂമിയില്ല. അവർക്ക് ഭൂമിയാണ് വേണ്ടത്. അവർക്ക് ഏതൊക്കെ ഭാഗത്തോട്ട് എന്തൊക്കെ ആയുധം ഉപയോഗിച്ചിട്ടായാലും ഏത് ഭാഗത്തോട്ട് കയറിയിട്ടും അവർക്ക് ലാൻഡ്, ഭൂമി കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അവർ USA സഹായത്തോടുകൂടി അത് ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഇപ്പം ലെബനോനായാലും അല്ലെങ്കിൽ ഫലസ്തീനായാലും ഈ രാജ്യങ്ങളൊക്കെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ റഷ്യയും ചൈനയും ഇവരെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്യും എന്നുള്ളത്, ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായിട്ട് നല്ല സഖ്യത്തിലാണ്, അതുപോലെ റഷ്യയായിട്ട് നല്ല സഖ്യത്തിലാണ്. പക്ഷേ ചൈനയായിട്ട് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല. എല്ലാ ഭാഗത്തായി കഴിഞ്ഞാലും രണ്ട് ഭാഗത്തും സൗഹൃദപരമായ രീതിയിലാണ് നമ്മുടെ നാടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ന്യൂട്രൽ പൊസിഷനിലായിരിക്കും നമ്മുടെ നാട് നിൽക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിനകത്ത് ആയുധ കച്ചവടമാണ് ഈ യുദ്ധത്തിൻ്റെയൊക്കെ പുറകിലല്ലാതെ വേറെ എവിടെയും മനുഷ്യത്വത്തിൻ്റെയോ അല്ലെങ്കിൽ പട്ടിണി മാറ്റാനോ ഒന്നുമല്ല ഈ യുദ്ധം നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞത് മാത്രം ആലോചിച്ചാൽ മതി. ഒരു നല്ലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ മാർക്കറ്റൊക്കെ എവിടെ എത്തും, ആൾക്കാരൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് പോലും കാരണമാകാൻ ഇത് ചിലപ്പോൾ കാരണമായേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അക്കരെയും ഇക്കരെയും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും ചേരിചേരാ രാജ്യങ്ങൾ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും. ഓരോ പക്ഷത്തിനും ഓരോ കൂട്ടായ്മകളുണ്ടാവും. അത് വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോകും. അതൊന്നും വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് മറ്റ് പോയിന്റുകൾ നോക്കാം. ഗുഡ് ലക്ക് ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കോൾഗേറ്റ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 33% വർദ്ധിച്ചിരിക്കുന്നത് ഈ ക്വാർട്ടറിൽ. HPCL നെറ്റ് പ്രോഫിറ്റ് 90% ഇടിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ന്യൂസ് ഹൈലൈറ്റ്സ് ഉള്ളത്. ഇനി US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 24,832 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 128 പോയിന്റ് താഴെയാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 25,000 മുകളിലുണ്ടായിരുന്ന മാർക്കറ്റാണ്. നിക്കി 801 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 217 പോയിന്റ് ഗ്രീനിലാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 108 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 225 പോയിന്റ്, അതായത് 0.9% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 24,943 നിന്നും 107 പോയിന്റ് നഷ്ടത്തിൽ 24,836 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്.
നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളിൽ 17 എണ്ണം ലാഭത്തിലും 32 എണ്ണം നഷ്ടത്തിലും ഒരെണ്ണം ബ്രേക്ക് ഈവനായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച നിഫ്റ്റിയിൽ 390 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് കിട്ടിയിരിക്കുന്നത്. ഈ മാസം ജൂലൈ മാസത്തിൽ 843 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ്. ഇന്ത്യ വിക്സ് 5.71% വർദ്ധിച്ച് 12.95 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു. കൂടാതെ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 140 പോയിന്റിൻ്റെ നഷ്ടമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതുവഴി അത് 41,406 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിൽ 55 പോയിന്റ് നഷ്ടത്തിൽ 23,315 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 323 പോയിന്റ് നഷ്ടത്തിൽ 81,680 ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് 49 പോയിന്റ് ലാഭത്തിൽ 12,807 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. $76.33 ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. ഗോൾഡ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. $2,383 ഇന്നത്തെ ഗോൾഡ് റേറ്റ്. USD INR റേറ്റ് വീണ്ടും സ്ലിപ്പായിരിക്കുകയാണ്. 83 രൂപ 73 പൈസയാണ് ഇന്നത്തെ ഒരു US ഡോളറിൻ്റെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് 2,474 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5,665 കോടിയുടെ ബൈങ് ചെയ്തത് വഴി 3,191 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,468 കോടിയുടെ ബൈങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,555 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 29,023 കോടിയുടെ ബൈങ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് ഇന്ന് 2.25% ഉയർന്ന മുന്നേറ്റം കാഴ്ചവെച്ചു. അതേസമയത്ത് നിഫ്റ്റി, ഫിൻ സർവീസസ്, FMCG, IT ഒക്കെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസും IT ബീസും ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഓട്ടോ ബീസ് 0.77% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ബന്ധൻ ബാങ്ക് ഇന്ന് 13.51% ഉയർന്ന ലാഭം കാഴ്ചവെച്ചപ്പോൾ എംഫസിസ് 3.29% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ബന്ധൻ ബാങ്ക്, IEX, പഞ്ചാബ് നാഷണൽ ബാങ്ക്, അശോക് ലൈലാൻഡ്, ഭാരത് ഫോർജ്, ആസ്ട്രഡിയം, ഡിവിസ് ലാബ്, BPCL, REC ലിമിറ്റഡ്, ബാങ്ക് ഓഫ് ബറോഡ, PFC, LT ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ എംഫസിസ്, ഭാരതി എയർടെൽ, ടൈറ്റൻ, SBI കാർഡ്സ്, സിപ്ല, ITC, ടാറ്റ കൺസ്യൂമർ, കൊട്ടക് ബാങ്ക്, ഹെയറോ മോട്ടോർ കോർപ്പറേഷൻ, ടെക് മഹീന്ദ്ര, ഏഷ്യർ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,369 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,028 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് 1.01 വന്നിരിക്കുന്നത്. ഇത് ക്ലിയർലി ബുള്ളിഷാണ് സൂചിപ്പിക്കുന്നത്. 24,836 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 88 പോയിന്റ് മുകളിലായിട്ട് 24,924 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 25,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉണ്ട്. 90 ലക്ഷമാണത്. 24,500 69 ലക്ഷം പുട്ട് റേറ്റിംഗും വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.69 51,406 0.69 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർലി ബെയറിഷാണ്. 51,406 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ തൊട്ട് താഴെ 6 പോയിന്റ് താഴെയായിട്ട് 51,400 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 52,000 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള 35 ലക്ഷമാണിത്. അതേപോലെ 51,000 21 ലക്ഷം പുട്ട് റേറ്റിംഗും വന്നിട്ടുണ്ട്. നാളെ വരാനുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള കമ്പനികൾ ഒരുപാടുണ്ട്. ബരൺ ബിവറേജസ്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ടോറൻ പവർ, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ്, ടിറ്റഗർ റെയിൽ സിസ്റ്റംസ്, ശ്യാം മെറ്റാലിക്സ്, ലോയിഡ്സ് മെറ്റൽ ആൻഡ് എനർജി ഇത്രയും സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇതല്ല, ഇതിൽ ഒരുപാടുണ്ട്, 10 ഇരട്ടിയോളമുണ്ട്. ദെൻ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് USA ട്രഷറി റീഫണ്ടിങ് ഫിനാൻസിങ് എസ്റ്റിമേറ്റ്സ്, ഫ്രാൻസ് GDP ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, ജർമ്മനി GDP ഗ്രോത്ത് ഇയർ ഓൺ ഇയർ, സ്പെയിൻ GDP ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇന്ന് ബാങ്കെക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഞാൻ രാവിലെ ഈ വലിയ CPR കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒന്നുകിൽ എക്സ്ട്രീം നാരോ റേഞ്ച് അല്ലെങ്കിൽ നമ്മുടെ റേഞ്ചിൻ്റെ പുറത്ത് ട്രേഡിംഗ് നടക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ റേഞ്ചിൻ്റെ പുറത്താണ് ട്രേഡിംഗ് നടന്നത്. ഒരു ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ട് പോയിട്ടുണ്ട്. എന്തായാലും അത് ഫില്ല് ചെയ്യാൻ തിരിച്ചു വരും എന്നെനിക്ക് തോന്നുന്നു, ഒന്നല്ലെങ്കിൽ നാളെ. ഇനി ബാങ്കെക്സിലേക്ക് വരികയാണെങ്കിൽ ബാങ്കെക്സ് ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് നന്നായി കയറിപ്പോയി. നല്ല പ്രതീക്ഷയിൽ ഒരു കോൾ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുത്ത് കാത്തിരിക്കുന്ന മൊമെൻറ്റിൽ ഇടുത്തി പോലെയാണ് ഈ ഒരു ഫോൾ വന്നത്. അതായത് ലെബനൻ വാറിൻ്റെ ഒരു ന്യൂസ് 12 മണിയാകുമ്പോൾ വന്നപ്പോൾ ഒറ്റ വീഴ്ചയായിരുന്നു താഴോട്ട്, പ്രത്യേകിച്ച് ഒരു സിഗ്നലും ഇല്ലാതെ. അതോടുകൂടിയിട്ട് കിട്ടിയ പ്രോഫിറ്റ് എല്ലാം നഷ്ടമായി എന്ന് പറയാം. പക്ഷേ തിരിച്ച് നമ്മളെ ഗ്രൂപ്പ് നല്ല രീതിയിൽ 50,000 രൂപയിലധികം പ്രോഫിറ്റുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ദെൻ ഓരോ സ്പൈക്കൊക്കെ വന്നത് 1000 പോയിൻ്റൊക്കെയാണ് ഇന്ന് സെൻസെക്സിൽ ഒരു സ്പൈക്ക് വന്നതെന്ന് തോന്നുന്നു. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇന്ന് വന്നത്. എന്താ പറയുക, അപൂർവമായിട്ട് മാത്രമേ ഇത് കാണാറുള്ളൂ.
സ്റ്റോപ്പ് ലോസ് ഒന്നും ജമ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു പീക്കിലെത്തിയിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം, സെൻസെക്സിലും മിഡ് ക്യാപ്പിൽ ഗ്രീനാണ് വന്നിരിക്കുന്നത്. പക്ഷേ പീക്കിൽ ഒരു നക്ഷത്രം ഉദിച്ചിട്ടുണ്ട്. ഇത് അസ്തമിക്കുന്ന നക്ഷത്രമാണോ ഉദിച്ച് ഉയരുന്ന നക്ഷത്രമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഒരു താഴെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ബുള്ളിഷ് എൻഗൾഫിങ് വന്നതാണ് ഇന്നലെ. പക്ഷേ ഇന്ന് ഈ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ താഴോട്ടുള്ള മൂവ്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു ദിവസം അതിനെ സ്കിപ്പ് ചെയ്തിട്ട് നാളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. കാരണം ഇന്നത്തെ ഈ ഒരു മൂവ്മെൻറ്റ് ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ടെക്നിക്കൽസിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് നമുക്ക് നാളെ ഒന്നുകൂടെ നിരീക്ഷിച്ചതിന് ശേഷം വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. ഗുഡ് നൈറ്റ്.